നമസ്കാരം. ഞാൻ ഡോക്ടർ പി വി മജീദ്, ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് നല്ലൊരു ഉറക്കം എന്നത് പലർക്കും ഒരു സ്വപ്നം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും ലളിതവുമായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഈ പ്രശ്നം നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാം. നിങ്ങളുടെ ഉറക്കമില്ലായ്മ അകറ്റി സമാധാനപരമായി ഉറങ്ങാൻ സഹായിക്കുന്ന ചില വിദ്യകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. ഉറങ്ങുന്ന സമയം ക്രമീകരിക്കുക. എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് തന്നെ കിടക്കുവാനും ഉണരുവാനും ശ്രമിക്കുന്നത് ശരീരത്തിൻ്റെ ജൈവ ഘടികാരത്തെ കൃത്യമായി നിലനിർത്താൻ സഹായിക്കുന്നു. സൂര്യപ്രകാശം ഏൽക്കുക. രാവിലെ കുറഞ്ഞത് 15 മിനിറ്റ് സ്വാഭാവികമായ സൂര്യപ്രകാശം ഏൽക്കുന്നത് രാത്രിയിൽ മെലറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തെ സഹായിക്കും. നീല വെളിച്ചം ഒഴിവാക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഫോൺ, ലാപ്ടോപ്പ് എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മുറിയിലെ താപനില നിയന്ത്രിക്കുക. ഉറങ്ങാൻ ഏറ്റവും അനുയോജ്യമായത് നേരിയ തണുപ്പുള്ള ഒരു അന്തരീക്ഷമാണ്. അതിനാൽ ഏകദേശം 18 ഡിഗ്രി സെൽഷ്യസിനും 22 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനില മുറിയിൽ ഉറപ്പാക്കുക. കാപ്പി കുടിക്കുന്നതിന് പരിമിതപ്പെടുത്തുക. വൈകുന്നേരം കഫീൻ അടങ്ങിയ ചായയോ കാപ്പിയോ കുടിക്കുന്നത് ഒഴിവാക്കുന്നത് രാത്രിയിലെ ഉറക്കത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ സഹായിക്കും. മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ, ചീര, കശുവണ്ടി തുടങ്ങിയവ മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പേശികളെ അയവുള്ളതാക്കാനും ഉറക്കം വരാനും സഹായിക്കുന്നു. മിലിറ്ററി രീതിയിലുള്ള 4-7-8 ശ്വസനം ശരീരത്തെയും മനസ്സിനെയും പെട്ടെന്ന് ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ വ്യായാമമാണ് 4-7-8 ശ്വസന രീതി. ഇതിൽ മൂക്കിലൂടെ 4 സെക്കൻഡ് നേരം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അത് 7 സെക്കൻഡ് നേരം ഉള്ളിൽ പിടിച്ചു നിർത്തുകയും തുടർന്ന് 8 സെക്കൻഡ് എടുത്തുകൊണ്ട് വായിലൂടെ സാവധാനം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. സമ്മർദ്ദം കുറയ്ക്കുവാനും ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാനും പെട്ടെന്ന് ഉറക്കം ലഭിക്കാനും സഹായിക്കുന്ന ഈ രീതി നാഡീവ്യൂഹത്തെ ശാന്തമാക്കുന്ന ഒരു പ്രകൃതിദത്ത ഔഷധം പോലെ പ്രവർത്തിക്കുന്നു. ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ശരീരത്തിൻ്റെ ഉൾതാപനില കുറയ്ക്കുകയും ഉറക്കത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പാലിലെ ട്രിപ്റ്റോഫാൻ ഫലപ്രദമാണ്. രാത്രിയിൽ 1 ഗ്ലാസ് ഇളം ചൂടുള്ള പാൽ കുടിക്കുന്നത് അതിലെ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് വഴി ഉറക്കത്തെ ഉത്തേജിപ്പിക്കും. കണ്ണിന് കവചം ഉപയോഗിക്കുക. മുറിയിൽ പൂർണ്ണമായ ഇരുട്ട് ഉറപ്പാക്കാൻ ഐ മാസ്കുകൾ ഉപയോഗിക്കുന്നത് ശരീരത്തിലെ മെലറ്റോണിൻ നില വർദ്ധിപ്പിക്കുന്നതാണ്. വെളുത്ത ശബ്ദം അഥവാ വൈറ്റ് നോയ്സ്, ഫാനിൻ്റെ ശബ്ദങ്ങളോ മഴയുടെ ശബ്ദമോ പോലുള്ള തുടർച്ചയായ ശബ്ദങ്ങൾ കേൾക്കുന്നത് ചുറ്റുമുള്ള അലോസരപ്പെടുത്തുന്ന ശബ്ദങ്ങളെ മറയ്ക്കാൻ സഹായിക്കും. അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് കനത്ത ആഹാരങ്ങൾ കഴിക്കുന്നത് ദഹന പ്രക്രിയയെ ബാധിക്കുകയും ഉറക്കം തടസ്സപ്പെടുത്തുകയും ചെയ്യും. കമമയിൽ ചായ ഉപയോഗിക്കുക. ഉറക്കമില്ലായ്മ മാറ്റാൻ നൂറ്റാണ്ടുകളായി വിവിധ സംസ്കാരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചായയാണ് കമമയിൽ ടീ. കിടക്കയുടെ ഗുണനിലവാരം നിങ്ങളുടെ ശരീരത്തിന് കൃത്യമായ പിന്തുണ നൽകുന്ന കട്ടിലും തലയണയും തിരഞ്ഞെടുക്കുന്നത് നടുവേദന ഒഴിവാക്കുവാനും നല്ല ഉറക്കം നൽകാനും സഹായിക്കും. രാവിലെയുള്ള വ്യായാമം ഗുണം ചെയ്യും. രാവിലെ പതിവായി വ്യായാമം ചെയ്യുന്നത് രാത്രിയിൽ ശരീരം വേഗത്തിൽ തളരാനും ആഴത്തിലുള്ള ഉറക്കം ലഭിക്കാനും കാരണമാകും. മദ്യം ഒഴിവാക്കുക. ഉറക്കം വരുമെന്ന് കരുതി മദ്യം കഴിക്കുന്നത് യഥാർത്ഥത്തിൽ ഉറക്കത്തിൻ്റെ ആഴം കുറയ്ക്കുകയും രാത്രിയിൽ ഇടയ്ക്കിടെ ഉണരാൻ കാരണമാകുകയും ചെയ്യും. ആകാംക്ഷകൾ എഴുതി വയ്ക്കുക. മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുന്നത് മനസ്സിന് ആശ്വാസം നൽകുകയും സമാധാനമായി ഉറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. യോഗാസനങ്ങൾ ചെയ്യുക. ശവാസനം പോലുള്ള ലളിതമായ യോഗാസനങ്ങൾ ഉറങ്ങുന്നതിന് ചെയ്യുന്നത്
പേശികളെ റിലാക്സ് ചെയ്യാൻ സഹായിക്കും. സൗരഭ്യ ചികിത്സ അഥവാ അരോമ തെറാപ്പി. ലെവൻഡർ ഓയിൽ മണക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പകൽ ഉറക്കം ഒഴിവാക്കുക. പകൽ സമയത്ത് ദീർഘനേരം ഉറങ്ങുന്നത് രാത്രിയിലെ ഉറക്കത്തിൻ്റെ അളവ് കുറയ്ക്കുവാൻ ഇടയാക്കും. കാൽപാദങ്ങൾ ചൂടാക്കുക. കാലുകളിൽ സോക്സ് ധരിക്കുകയോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുകയോ ചെയ്യുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഉറക്കം വേഗത്തിലാക്കുകയും ചെയ്യുന്നു. വായന ശീലമാക്കുക. സ്ക്രീനുകളിൽ നോക്കുന്നതിന് പകരം അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കുന്നത് കണ്ണിനും മനസ്സിനും ആയാസം നൽകുന്നു. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ധ്യാനം ശീലിക്കുന്നത് ഉറക്കമില്ലായ്മയ്ക്കുള്ള ഒരു മികച്ച പരിഹാരമാണ്. മാനസികമായി കണക്ക് കൂട്ടുക. 100-ൽ നിന്ന് പിന്നിലേക്ക് 3 വീതം കുറച്ച് എണ്ണുന്നത് പോലുള്ള ലളിതമായ മനക്കണക്കുകൾ തലച്ചോറിനെ ബോറടിപ്പിക്കുകയും ഉറക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യും. വാൽഡ്രീൻ റൂട്ട് സപ്ലിമെൻറ്റുകൾ. വാൽഡ്രീൻ റൂട്ട് പ്രധാനമായും ഉറക്കമില്ലായ്മ പരിഹരിക്കാനും മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുവാനും സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത ഔഷധമാണ്. തലച്ചോറിനെ ശാന്തമാക്കുന്ന ഘടകങ്ങൾ അടങ്ങിയ ഈ സപ്ലിമെന്റ് ഗുളികകളായോ ചായയായോ ഉപയോഗിക്കാം. സാധാരണഗതിയിൽ സുരക്ഷിതമാണെങ്കിലും ചിലരിൽ തലവേദനയോ മന്ദതയോ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഗർഭിണികളും മറ്റു മരുന്നുകൾ കഴിക്കുന്നവരും ഇത് ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. ഉറങ്ങുമ്പോൾ അയഞ്ഞതും പരുത്തി കൊണ്ടുള്ളതായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ചർമ്മത്തിന് ശ്വസിക്കാൻ സൗകര്യമുണ്ടാക്കുന്നു. ജലപാനം ക്രമീകരിക്കുക. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ധാരാളം വെള്ളം കുടിക്കുന്നത് മൂത്രമൊഴിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ എഴുന്നേൽക്കാൻ കാരണമാകും. ശബ്ദമില്ലാത്ത ക്ലോക്കുകൾ. ടിക് ടിക് ശബ്ദങ്ങളില്ലാത്ത ക്ലോക്കുകൾ മുറിയിൽ വെക്കുന്നത് ശബ്ദം മൂലമുള്ള അസ്വസ്ഥത ഒഴിവാക്കും. ആഴത്തിലുള്ള പേശി വിരമിക്കൽ. പാദം മുതൽ തലവരെയുള്ള ഓരോ പേശികളും ബോധപൂർവം മുറുക്കുകയും പിന്നീട് അയച്ചുവിടുകയും ചെയ്യുന്നത് ശരീരത്തിന് വിശ്രമം നൽകുന്നു. സുഖകരമായ സംഗീതം. മെലോഡിയസ് ആയ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഉപകരണ സംഗീതം കേൾക്കുന്നത് ഹൃദയമിടിപ്പ് കുറയ്ക്കുവാൻ സഹായിക്കും. ഇടനാഴിയിലെ വെളിച്ചം ഒഴിവാക്കുക. വാതിലിൻ്റെ ഇടയിലൂടെയോ മറ്റോ വരുന്ന വെളിച്ചം പോലും ഉറക്കത്തെ തടസ്സപ്പെടുത്താം. അതിനാൽ മുറി പൂർണ്ണമായും ഇരുട്ടിലാക്കുക. രാത്രിയിൽ ജോലി ചെയ്യാതിരിക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജോലി സംബന്ധമായ ഇമെയിലുകളോ മെസ്സേജുകളോ നോക്കുന്നത് തലച്ചോറിനെ ഉത്തേജിപ്പിക്കും. വൈറ്റമിൻ ഡി പരിശോധിക്കുക. ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറയുന്നത് ഉറക്കക്കുറവിന് കാരണമാകാറുണ്ട്. അതിനാൽ പരിശോധന നടത്തുന്നത് നല്ലതാണ്. ചെറുനാരങ്ങ വെള്ളം, രാത്രിയിൽ കഫീൻ ഇല്ലാത്ത ഹെർബൽ ടീകളോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ അല്പം നാരങ്ങാ നീര് ചേർത്തോ കുടിക്കുന്നത് ശരീരത്തെ ശുദ്ധീകരിക്കും. പുഞ്ചിരിയും സന്തോഷവും ഉറങ്ങുന്നതിന് മുമ്പ് തമാശയുള്ള കാര്യങ്ങൾ കേൾക്കുന്നതോ ചിന്തിക്കുന്നതോ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കും. കിടക്ക ഉറങ്ങാൻ മാത്രം. ഭക്ഷണം കഴിക്കാനോ ജോലി ചെയ്യാനോ കിടക്ക ഉപയോഗിക്കാതെ അത് ഉറങ്ങാൻ മാത്രമുള്ള ഇടമായി മാറ്റുക. കൂൾ ബെഡ് ഷീറ്റുകൾ. ചൂടുകാലത്ത് സുഖകരമായ ഉറക്കം ലഭിക്കാൻ വായുസഞ്ചാരവും ഈർപ്പം വലിച്ചെടുക്കാനുള്ള ശേഷിയുമുള്ള കോട്ടൺ, ബാംബു, ലിനൻ, ടെൻസൽ തുടങ്ങിയ തുണിത്തരങ്ങൾ കൊണ്ടുള്ള ബെഡ്ഷീറ്റുകളാണ് ഏറ്റവും അനുയോജ്യവും. ത്രെഡ് കൗണ്ട് 200 മുതൽ 400 വരെയും മാത്രമുള്ള ഷീറ്റുകൾ തിരഞ്ഞെടുക്കുന്നതാണ് വായുസഞ്ചാരം വർദ്ധിപ്പിക്കുവാൻ നല്ലത്. കൂടാതെ ഇളം നിറത്തിലുള്ള ഷീറ്റുകൾ ചൂട് കുറയ്ക്കുവാൻ സഹായിക്കും. ചുരുക്കത്തിൽ ഗുണനിലവാരമുള്ള നാരുകൾ കൊണ്ടുണ്ടാക്കിയ കട്ടി കുറഞ്ഞ ബെഡ്ഷീറ്റുകൾ തിരഞ്ഞെടുക്കുന്നത് രാത്രിയിലെ ചൂട് അകറ്റി തണുപ്പ് നിലനിർത്താൻ സഹായിക്കുന്നു. ഇരട്ട പുതപ്പ് രീതി. പങ്കാളിയോടൊപ്പം കിടക്കുമ്പോൾ ഓരോരുത്തർക്കും പ്രത്യേകം പുതപ്പുകൾ ഉപയോഗിക്കുന്നത് ഒരാളുടെ അനക്കം മറ്റൊരാളെ ബാധിക്കാതിരിക്കാൻ സഹായിക്കും. വാൽനട്ട് കഴിക്കുക. വാൽനട്ടിൽ സ്വാഭാവികമായ
മെലറ്റോണിൻ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് രാത്രിയിൽ ലഘുഭക്ഷണമായി ഉപയോഗിക്കാം. ധ്യാനാത്മകങ്ങളായ പസിലുകൾ കളിക്കുക. സുഡോക്ക് പോലുള്ള കഠിനമല്ലാത്ത പസിലുകൾ പരിഹരിക്കുന്നത് തലച്ചോറിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. മണം മാറ്റുക. മുറിയിൽ എയർ പ്യൂരിഫയറോ വെന്റിലേഷനോ ഉറപ്പാക്കുന്നത് ശുദ്ധവായു ലഭിക്കാൻ സഹായിക്കും. മാനസികമായ ദൃശ്യവൽക്കരണം. ശാന്തമായ ഒരു കടൽ തീരത്തോ മലനിരകളിലോ നിൽക്കുന്നതായി സങ്കല്പിക്കുന്നത് ഉത്കണ്ഠ കുറയ്ക്കും. മെലറ്റോണിൻ സപ്ലിമെന്റുകൾ. സ്വാഭാവികമായ രീതികൾ ഫലിക്കാത്തപ്പോൾ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചെറിയ അളവിൽ മെലറ്റോണിൻ ഗുളികകൾ ഉപയോഗിക്കാം. അമിതമായ വെളിച്ചം കുറയ്ക്കുക. സന്ധ്യ മുതൽ തന്നെ വീട്ടിൽ വെളിച്ചം കുറച്ചു വെക്കുന്നതാണ് ഉറക്കത്തിന് തയ്യാറെടുക്കാൻ ശരീരത്തെ സഹായിക്കും. ഉറക്കത്തിന് മുമ്പുള്ള നന്ദി പ്രകാശനം. ഉറങ്ങുന്നതിന് മുമ്പ് അന്നേ ദിവസം ലഭിച്ച നന്മകൾക്ക് നന്ദി പറയുന്നത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് തലച്ചോറിനെ ശാന്തമാക്കുന്ന ഒരു ശാസ്ത്രീയമായ രീതിയാണ്. ഇത്തരത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ സമ്മർദ്ദമുണ്ടാക്കുന്ന ഹോർമോണുകൾ കുറയുകയും ഉറക്കത്തിന് സഹായിക്കുന്ന മെലറ്റോണിൻ, സന്തോഷം നൽകുന്ന സെറോട്ടോണിൻ എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് മനസ്സിന് അനാവശ്യ ചിന്തകളിൽ നിന്ന് മോചിപ്പിക്കുകയും വേഗത്തിൽ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക്, ഡീപ്പ് സ്ലീപ്പിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, മനഃപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നത് തലച്ചോറിന് നൽകുന്ന ഒരു റിലാക്സേഷൻ സിഗ്നൽ പോലെ പ്രവർത്തിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, മികച്ച ആരോഗ്യത്തിന് നല്ല ഉറക്കം അത്യാവശ്യമാണ്. പറഞ്ഞ 45 കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് ഇന്ന് തന്നെ പരീക്ഷിച്ച് തുടങ്ങാം. കൃത്യമായ ഉറക്കം നിങ്ങളുടെ ഊർജ്ജസ്വലതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുമെന്ന് തീർച്ച തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നല്ല ഒരു ഉറക്കം നേരുന്നു. നന്ദി, നമസ്കാരം.